ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുട്ട വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, വളരെ എളുപ്പമാണ് കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. നമ്മൾ മുട്ട ബജിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ പലരും പല രീതിക്കല്ലേ മുട്ട ബജിയൊക്കെ തയ്യാറാക്കൽ. അപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്ന രീതിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇതിൽ തന്നെ നമ്മൾ മസാല ചേർത്തിട്ടും മസാല വഴറ്റിയെടുത്തിട്ടും അങ്ങനെ പല രീതിയിലും ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് പ്ലെയിനായിട്ട് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു രീതിയിലാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്കൊരു മാവ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു പാക്കറ്റ് പലഹാരപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഇങ്ങനത്തെ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഒരു കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കൂടെ തന്നെ ഒരു കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ. അപ്പോൾ അത് മസ്റ്റാണ് കേട്ടോ ചിക്കൻ മസാല. പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കുരുമുളക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടി ചേർത്താലും മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കസൂരി മേത്തിയും പിന്നെ ചാറ്റ് മസാലയൊക്കെ ഓപ്ഷണലാണ്. ഇത് നിങ്ങളുടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഈ ചാറ്റ് മസാല ചേർക്കുമ്പോൾ ഈ മാവിന് പ്രത്യേക ഒരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അത് മാക്സിമം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം അങ്ങനെ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. നമ്മൾ ഈ മാവ് മിക്സ് ആക്കുന്ന സമയത്ത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാമല്ലോ, ഓവർ ലൂസും അല്ല എന്നാൽ ഓവർ ടൈറ്റും അല്ലാത്ത രൂപത്തിൽ വേണം ഇത് റെഡിയാക്കാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇത് മിക്സ് ആക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അപ്പോഴേക്കും നമ്മൾ വെച്ചിട്ടുള്ള മുട്ട നന്നായിട്ട് തന്നെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഓരോ പീസും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മാവിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായി ചൂടായ എണ്ണയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ എല്ലാ സ്നാക്കും ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ 2 സൈഡും ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമായാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുട്ട ബജി എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി അല്ലേ, തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക.
അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.